ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ. അവിടെയും ഒരു പ്രശ്നമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോൺസിൽസ് എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സൈനസൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ, ഫാരിഞ്ചൈറ്റിസും ലാരിഞ്ചൈറ്റിസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ചില ഐറ്റിസ് അല്ലെങ്കിൽ ആ അകത്തുള്ള സ്ട്രക്ചറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തുമാത്രം. ഉദാഹരണത്തിന് മൂക്കിൻ്റെ വളവ്, ഡീവിയേഷൻ ഓഫ് നേസൽ സെപ്റ്റം, ടർബിനേറ്റ്, മൂക്കിനകത്തുള്ള മാംസവളർച്ച, ടർബിനേറ്റ് ഹൈപ്പർട്രോഫി, അതുപോലെ മൂക്കിനകത്തുണ്ടാകുന്ന ദശവളർച്ച, അത് നേസൽ പോളിപ്പ്, ഇതൊക്കെ കൂടി ഉണ്ട് എങ്കിൽ മരുന്ന് കൊണ്ട് മാത്രം അവയെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ ചെയ്യുന്നത് സർജിക്കൽ കറക്ഷൻസ് കൂടി വേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തത് അവോയ്ഡ് റീസൺസ്, രണ്ടാമത്തത് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ ഓർ സർജറി, മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷിയെ ശരിയാക്കുന്ന, കറക്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂണോ തെറാപ്പി. അപ്പോൾ രോഗപ്രതിരോധ ശേഷിയെ കൂടെ വർദ്ധിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതിൽ ആവശ്യമാണ്. പക്ഷേ ഒന്നാമത്തെ ഈ കാരണങ്ങൾ ഒഴിവാക്കാതെ രണ്ടാമത്തെ ചികിത്സകൾ കൊണ്ട് പ്രയോജനമില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകാതെ മൂന്നാമത്തെ ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ തന്നെ കഴിക്കുന്ന പല മോഡേൺ മെഡിസിൻസും അവർക്ക് ഈ അലർജിക്കുള്ള മരുന്നുകൾ പലർക്കും അറിയാം, അത് സഡേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നവയായിരിക്കാം. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോയാൽ അന്നേരം ഉറങ്ങാൻ തോന്നും, ഏതെങ്കിലും ഉയരത്തിൽ കയറി നിന്നുള്ള പണികൾ ചെയ്താൽ ഉറങ്ങാൻ തോന്നും, ലാഡറിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല, കെട്ടിടത്തിന് മുകളിൽ കയറാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുകയും ചെയ്യും. കാരണങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ബാഹ്യ കാരണങ്ങളും ആന്തരിക കാരണങ്ങളും ഇതിലുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണങ്ങളും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുമുണ്ട്. അപ്പോൾ അതിൽ എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് എന്ന് പറയാവുന്നത് പുകയടിക്കുക, പൊടിയടിക്കുക, അതുപോലെ നല്ലപോലെ സൂര്യപ്രകാശം കൊള്ളുക, മഴ നനയുക, അതുപോലെ വീടിനകത്ത് ചുവരുകളിൽ ഈർപ്പമുണ്ടെങ്കിൽ ആ ഈർപ്പത്തിൽ വളരുന്ന ഫംഗസുകളിൽ നിന്ന്, അതിൻ്റെ സ്പോറുകളിൽ നിന്നൊക്കെ നമ്മളത് ശ്വസിക്കുക. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ സ്കെയിൽസൊക്കെ ഇളകി വീണിട്ട് അത് വീണ്ടും ശ്വസിക്കുക. മഫ്ലറോ കമ്പിളിയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൈന്യൂട്ട് ഫൈബേഴ്സ് നമ്മൾ ശ്വസിക്കുക. വീട്ടിൽ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ, വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയുടെ ഡെബ്രിസ്, പാറ്റയോ വലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെബ്രിസ്, അതുപോലെ തന്നെ നമ്മൾ ഷെൽഫിനകത്ത് തേച്ച് ഒക്കെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ഒരാഴ്ച കഴിഞ്ഞാൽ അതിനകത്തും ഫംഗസ് വളരാം. അതിൽ നിന്നുള്ള അതെല്ലാം ശ്വസിക്കുക. അത് വീണ്ടും എടുത്ത് ഇടുമ്പോൾ പ്രശ്നമുണ്ടാകുക. ചില കറുത്ത ഡ്രസ്സുകളൊക്കെ പൊടിയെ കൂടുതൽ പിടിച്ചു വെപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം ഡ്രസ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് കയറുന്നു അവിടെ ഒരു തുമ്മാൻ തോന്നുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് മാറാലയാണ്, ചെലന്തി വല, ഇതുപോലുള്ള സംഗതികളെല്ലാം തന്നെ നമുക്ക് എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സായിട്ട് പരിഗണിക്കാവുന്നതാണ്.